ഇതാരാ പുതിയൊരാൾ നമ്മുടെ ഓഫീസിൽ? മനുവിനെക്കുറിച്ചോ അവൻ ഓഫീസിൽ ജോയിൻ ചെയ്തതിനെ പറ്റിയോ ഒന്നും നിഖിൽ അറിഞ്ഞിട്ടില്ല. അത് മനു, നമ്മുടെ പുതിയ സ്റ്റാഫാ. ദർശൻ നിഖിലിന് പറഞ്ഞു കൊടുത്തു. മനു? നിഖിൽ സംശയത്തോടെ അവനെ ഒന്ന് നോക്കി. മനു ആമിയോടും സ്വാതിയോടും ശ്രുതിയോടും ഒക്കെ സംസാരിക്കുന്നത് കണ്ടാൽ അവരെല്ലാം തമ്മിൽ ഒരുപാട് നാളത്തെ പരിചയമുള്ളതുപോലെ തോന്നും. ഈ ആഴ്ചയല്ലേ ഇവൻ ഇവിടെ ജോയിൻ ചെയ്തത്? ഇത്രയും ദിവസം കൊണ്ട് ഇവൻ ഇവരെയൊക്കെ ആയിട്ട് ഇത്ര പരിചയമായോ? അവരൊന്നും കേൾക്കാത്ത രീതിയിൽ വളരെ പതുക്കെ തന്നെയാണ് അവൻ ചോദിച്ചത്. എടാ, അതിവൻ ശ്രുതിയുടെ ഒപ്പം പഠിച്ച പയ്യനാണ്. ശ്രുതി പറഞ്ഞ് ആമിക്കും സ്വാതിക്കും അവനെ നന്നായിട്ടറിയാം, അതാ. ഓ, അതാണല്ലേ. ഞാൻ വേറെ എന്തൊക്കെയോ വിചാരിച്ചു. കഥ വേറെ റൂട്ടിലേക്കൊക്കെ തിരിയുമെന്ന് കരുതി. നീ വാ, നമുക്ക് അവനെ ഒന്ന് വിരട്ടാം. എന്താ ഇവിടെ ഡ്യൂട്ടി ടൈമിൽ എന്താ ഇത്ര തമാശയും കളിയും ചിരിയുമൊക്കെ? ഗൗരവത്തോടെ അകത്തേക്ക് കയറി വന്നുകൊണ്ട് നിഖിൽ ചോദിച്ചു. അവൻ്റെ ഒപ്പം ദർശൻ കൂടി അകത്തേക്ക് കയറി. ആമിയും സ്വാതിയും ശ്രുതിയും മനുവുമെല്ലാം അവരെ കണ്ട് എഴുന്നേറ്റു. മനുവിനെ നിഖിൽ ആരാണെന്ന് മനസ്സിലായില്ല. താൻ ന്യൂ അപ്പോയിൻമെൻ്റ് ആണല്ലേ മിസ്റ്റർ മനു? താൻ ഇവിടെ എങ്ങനെ വന്നു? കൃഷിൻ്റെ സെക്ഷനിലല്ലേ നീ വർക്ക് ചെയ്യുന്നത്? അതെ സാർ, ഞാൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഈ ഫയൽ ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ആമിയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ചെയ്തതെന്ന് പറഞ്ഞു. നിഖിലിൻ്റെ ഗൗരവം ഒട്ടും കുറയ്ക്കാതെയുള്ള ചോദ്യം കേട്ട് പേടിച്ച് വിറച്ചാണ് മനു മറുപടി പറഞ്ഞത്. ആമിയോ? അതാരാ? അത് സാർ അഭിരാമി. അഭിരാമി അത് മതി. ഓഫീസിൽ പെറ്റ് നെയിം ഒന്നും വേണ്ട കേട്ടല്ലോ. സോറി സാർ, ഞാനിനി ആമി അല്ല അഭിരാമി എന്നേ വിളിക്കും. മനുവിൻ്റെ പേടിച്ച് വിറച്ചുള്ള നിൽപ്പ് കണ്ട് ദർശനും പെണ്ണുങ്ങളും പരസ്പരം ഒന്ന് നോക്കി. പെട്ടെന്ന് മനു ഒഴികെ ബാക്കി എല്ലാവരും ഒന്നിച്ചൊരു ചിരിയായിരുന്നു. എൻ്റെ ചെക്ക, നീ ഇത്ര പാവമായി പോയല്ലോ. സാർ, ഞാൻ നിഖിൽ, ഇവിടുത്തെ മാനേജറിലെ മാത്യുവിൻ്റെ മകനാണ് ഞാൻ. തന്നെപ്പോലെ തന്നെ ഇവിടുത്തെ ഒരു സ്റ്റാഫ്. ചുമ്മാ ഒന്ന് റാഗ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ താനിത്ര പാവമായിരിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ക്ഷമിക്കടോ. നിഖിൽ സാറിനെ കുറിച്ച് ഇവരെന്നോട് പറഞ്ഞിരുന്നു. നിഖിൽ സാറോ? നിഖിൽ അത് മതിയടോ. പിന്നെ ഈ വാൽമാക്രിയെ ആമിയെന്ന് തന്നെ വിളിച്ചാൽ മതി. മനു നിഖിലിനെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോഴാണ് നിഖിൽ ദർശനെ ശ്രദ്ധിച്ചത്. അവൻ്റെ നോട്ടം ആമിയുടെ നേർക്ക് തന്നെയാണ്. പക്ഷേ നിഖിൽ ശ്രദ്ധിച്ചിരുന്നു. ഇത്രയും നേരം ദർശൻ അവിടെ വന്നു നിന്നിട്ടും അബദ്ധത്തിൽ പോലും ഒരു തവണ അവളുടെ നോട്ടം ദർശന നേരെ നീണ്ടിട്ടില്ല. നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചതാണോ? സമയം ആവുന്നതല്ലേ ഉള്ളൂ സാർ. എന്നാ വാ, നമുക്കിന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം. ബിരിയാണി ഹട്ടിന് തന്നെ ആയിക്കോട്ടെ. ചിലവ് ഈ മനുവിൻ്റെ വക. മനുവിൻ്റെ തോളിൽ കൈയിട്ട് ആ ക്രെഡിറ്റ് അവനിരിക്കട്ടെ എന്ന രീതിയിൽ നിഖിൽ പറഞ്ഞു. അയ്യോ സാർ, എൻ്റെ കയ്യിൽ. പോക്കറ്റിൽ കൈവച്ച് ബാക്കി മുഴുവിപ്പിക്കാതെ മനു നിന്നു. ചിലവ് നിന്റെ വകയാണെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. പൈസ ഞാൻ കൊടുത്തോളാം, വാ. അപ്പോഴാണ് വാതിലും തുറന്ന് കൃഷ് അകത്തേക്ക് വന്നത്. അയ്യോ! ദർശനെയും നിഖിലിനെയും ഒന്നിച്ചു കണ്ട് കൃഷ് തിരിഞ്ഞു നടക്കാനാഞ്ഞു. ആ, നിക്ക് അവിടെ നിക്ക്. സാർ, അത് പിന്നെ 1 മണിയായി എന്ന് ഇവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ചമ്മിയൊരു ചിരിയോടെ കൃഷ് പറഞ്ഞു. നീ എന്താ ഇവിടുത്തെ അലാറമോ? എല്ലാവർക്കും സമയം ഓർമ്മിപ്പിച്ചു കൊടുക്കാൻ? അതല്ല സാർ, ഞങ്ങൾ എല്ലാ ദിവസവും ഒന്നിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. തലചൊറിഞ്ഞുകൊണ്ട് കൃഷ് പറഞ്ഞു. അവൻ്റെ ഭാവം കണ്ട് എല്ലാവർക്കും ചിരി വരുന്നുണ്ടായിരുന്നു. ആ, എന്നാ നീ കൂടി വാ. നമ്മളെ ഇന്ന് പുറത്തുനിന്നാ ഭക്ഷണം കഴിക്കുന്നത്. ദർശനും നിഖിലും മനുവും ബാക്കിയുള്ളവർക്ക് പുറകെയായി നടന്നു. നീ എന്തിനാ ഇപ്പോൾ ഇവർക്കൊക്കെ ഭക്ഷണം വാങ്ങി കൊടുക്കുന്നത്? എന്താ നിൻ്റെ ഐഡിയ? എടാ, ആദ്യം നമുക്ക് അവളുടെ ഒപ്പം കുറച്ചു നേരം സംസാരിച്ചു നോക്കാം. ചിലപ്പോൾ നമ്മൾ പേടിക്കുന്ന പോലെ ഒന്നുമില്ലെങ്കിലോ? നീ കണ്ടതല്ലേ, ഇത്രയും നേരം കൂടെയുണ്ടായിട്ടും അവളെന്നെ ഒന്ന് നോക്കുക പോലും ചെയ്തിട്ടില്ല. എന്നാലും എല്ലാവരും ഇരിക്കുമ്പോൾ നീ അവളോട് സംസാരിക്കണം. അപ്പോൾ നിനക്ക് മറുപടി തരാതിരിക്കാൻ അവൾക്കാവില്ല. അങ്ങനെ നമുക്ക് പിണക്കം മാറ്റിയെടുക്കാം. സാവകാശം കാര്യവും ചോദിച്ചറിയാം. എന്താവുമോ എന്തോ, നിഖിൽ മനസ്സിലോർത്തു. നിഖിൽ പറഞ്ഞതുപോലെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ദർശൻ ആമിയോട് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ 1 2 വാക്കിൽ ഉത്തരം പറഞ്ഞതല്ലാതെ കൂടുതലൊന്നും ഉണ്ടായില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഒരു ലൈം ജ്യൂസൊക്കെ കുടിച്ച് അവർ സംസാരിച്ചിരിക്കുകയായിരുന്നു. ആമി? അടുത്തു നിന്ന് ആരോ പേര് വിളിക്കുന്നത് കേട്ട് ആമിയും ബാക്കിയുള്ളവരും തിരിഞ്ഞു നോക്കി. ഹലോ, മീറ്റിംഗ് ആഫ്റ്റർ എ ലോങ് ടൈം. അവൾക്കടുത്തേക്ക് നടന്നു വന്നുകൊണ്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു.
ആദ്യം മാമിക്ക് ആൾ ആരാണെന്ന് പിടികിട്ടിയില്ല. പക്ഷേ നല്ല പരിചയം തോന്നുന്നുണ്ട്. അവൾ ആലോചനയോടെ തന്നെ അവനെ നോക്കി നിന്നു. ഹേയ് ഡ്യൂഡ്, ഇറ്റ്സ് മീ അമൽ. മറന്നുപോയോ എന്നെ ഇത്ര പെട്ടെന്ന്? അമൽ പേര് പറഞ്ഞതും അവൾക്ക് ആളെ പിടികിട്ടി. അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മകൻ. ഒരിക്കൽ തൻ്റെ വീട്ടിൽ അവൻ വന്നപ്പോൾ പരിചയപ്പെട്ടത് അവൾക്ക് ഓർമ്മ വന്നു. അവൾ ആളെ പിടികിട്ടിയതുപോലെ അമലിനെ നോക്കിയൊന്ന് ചിരിച്ചു. താനെന്താ ഇവിടെ? അത് എൻ്റെ ഓഫീസ് ഇവിടെയാണ്. ഓക്കെ, ഫ്രണ്ട്സിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയായിരിക്കും അല്ലേ? ഏതാടാ ഈ അലവലാതി? നിഖിൽ ദർശൻ്റെ ചെവിയിലായി പതുക്കെ ചോദിച്ചു. ആ, ദർശനം അറിയില്ലെന്ന ഭാവത്തിൽ പറഞ്ഞു. തൻ്റെ ഫാദറും ബ്രദറും സിസ്റ്ററുമെല്ലാം വീട്ടിൽ വന്നിരുന്നല്ലോ. ഐ എക്സ്പെക്റ്റഡ് യു ടു. താനെന്താ വരാതിരുന്നത്? ഞാൻ വീട്ടിലില്ലായിരുന്നു. യെസ്, അവർ പറഞ്ഞിരുന്നു താൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഏതോ ട്രിപ്പ് പോയിരിക്കുകയാണ് എന്ന്. സ്വാതിയും മാമിയും പരസ്പരം കണ്ണുമിഴിച്ചൊന്ന് നോക്കി. അതേ ഭാവം തന്നെയായിരുന്നു ബാക്കിയുള്ളവർക്കും. താൻ ഭയങ്കര ജോളി മൈൻഡഡ് ആണല്ലേ? ഫുൾ ടൈം ഫ്രണ്ട്സിൻ്റെ കൂടെ കറക്കം. ഐ ലൈക്ക് ദാറ്റ്. താൻ ഇവിടെ എവിടെയാണ് സ്റ്റേ? കമ്പനിയുടെ അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. അതെവിടെയാണ്? ആമിയൊന്ന് തിരിഞ്ഞ് എല്ലാവരെയും നോക്കി. ആരുടെയും മുഖം അത്ര തൃപ്തികരമല്ല. അമൽ, ഞങ്ങളുടെ ലഞ്ച് ടൈം കഴിഞ്ഞു. വി ഹാവ് ടു ഗോ. ഓക്കെ, നമുക്ക് പിന്നെ മീറ്റ് ചെയ്യാം. ഞാൻ തൻ്റെ ചേട്ടൻ്റെ കയ്യിൽ നിന്നും തൻ്റെ നമ്പർ വാങ്ങിയിട്ടുണ്ട്. അവളോട് യാത്ര പറഞ്ഞ് അമൽ തിരിഞ്ഞു നടന്നു. പെട്ടെന്ന് തന്നെ അവൻ തിരിച്ചു വന്നു. ആമി. അവൾ തിരിഞ്ഞതും അവൻ കുനിഞ്ഞ് അവളുടെ മുഖത്തിന് തൊട്ടടുത്തായി വന്ന് കുമ്പിട്ട് നിന്നു. ഞാൻ തൻ്റെ ഫാദറിൻ്റെയും ബ്രദറിൻ്റെയും അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അവർക്കതിൽ താല്പര്യമുണ്ട്. തനിക്ക് കൂടി താല്പര്യമുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാര്യം ഏതാണ്ടൊക്കെ എല്ലാവർക്കും മനസ്സിലായി. ദർശൻ തൻ്റെ കൈപ്പത്തിക്കൊണ്ട് ടേബിളിൽ ശക്തമായി അടിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. പുറകെ നിഖിലും അവന് പുറകെയായി ബാക്കിയുള്ളവരും എഴുന്നേറ്റു. ആമി, ലേറ്റ് ആകുന്നു, നീ വരുന്നുണ്ടെങ്കിൽ വാ. അവസാനമായി എഴുന്നേറ്റ് ശ്രുതി ശബ്ദം അല്പം കടുപ്പിച്ച് പറഞ്ഞു. ശരി അമൽ, നമുക്ക് പിന്നെ കാണാം. ഇനിയും ഒരു സംസാരത്തിന് ഇടകൊടുക്കാതെ ആമി അവിടെ നിന്നും വേഗം വലിഞ്ഞു. എല്ലാം നശിപ്പിച്ച് കളഞ്ഞല്ലോ അവൻ. എങ്ങനെയെങ്കിലും അവളോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആരാണവൻ? കൃത്യസമയത്ത് തന്നെ വന്നല്ലോ. ദർശൻ്റെ ക്യാബിനിലായിരുന്നു ദർശനും നിഖിലും. നിഖിൽ പറയുന്നത് കേട്ടിട്ടും ഒന്നും മിണ്ടാതെ ആലോചനയോടെ തന്നെ അവൻ ഇരുന്നു. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഇനി എന്ത് ചെയ്യും? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നീയൊരു കാര്യം ചെയ്യേ. 5:30 മണിയാകുമ്പോൾ ആമി അപ്പാർട്ട്മെൻറ്റിലെത്തും. നീ അവളെ വിളിച്ച് നിനക്ക് അവളെ ഒന്ന് തനിച്ച് കാണണമെന്ന് പറ. പിന്നെ നമ്മുടെ പുതിയ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന സ്ഥലമില്ലേ? ഏത്? സ്കൈലൈനിൻ്റെ അപ്പുറത്ത് നമ്മൾ പണിയുന്ന ഫ്ലാറ്റ്. അവിടെ 5 മണിയാകുമ്പോഴേക്കും വർക്കേഴ്സ് പോകും. നീ അവളോട് അവിടെ വരാൻ പറഞ്ഞാൽ മതി. എന്താ നിന്റെ ഭാവം? എന്തോ ഒരു പ്രശ്നമുണ്ട്. അവൾ എന്തൊക്കെയോ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് അവളുടെ ഒഴിഞ്ഞുമാറ്റം. ഇന്നത്തോടെ എനിക്ക് അതെല്ലാം തീർക്കണം. എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ദർശൻ പറഞ്ഞു. കൃഷ്. ഓഫീസ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് അടുത്ത ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി ആമി കൃഷിൻ്റെ അടുത്തേക്ക് പോയി. എന്താ ആമി? അവൾ അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എന്ത് കാര്യം? തലയൊന്ന് ചെരിച്ച് കണ്ണുരുട്ടി അവൾ അവനെ ഒന്ന് പേടിപ്പിച്ചു. മറ്റേ അഡ്വക്കേറ്റിനെ കാണുന്ന കാര്യം. ഞാൻ 1-2 പേരെ കണ്ട് സംസാരിച്ചു. അതിൽ കൊള്ളാവുന്ന ഒരാളെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആർക്ക് വേണ്ടിയിട്ടാടി? എനിക്ക് വേണ്ടിയിട്ട്. തമാശ പറയാതെ ആമി, ഞാൻ സീരിയസ് ആയിട്ടാണ് ചോദിച്ചത്. ഞാനും സീരിയസ് ആയിട്ട് തന്നെയാ പറഞ്ഞത്. കല്യാണം കഴിയാത്ത നീ എന്തിനാ ഡിവോഴ്സ് അപ്ലൈ ചെയ്യാൻ അഡ്വക്കേറ്റിനെ നോക്കുന്നത്? ഞാൻ പറഞ്ഞോ നിന്നോട് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന്? കല്യാണം കഴിഞ്ഞെന്നും നീ പറഞ്ഞിട്ടില്ലല്ലോ. എന്നാ ഞാനിപ്പോൾ പറയുന്നു, എൻ്റെ കല്യാണം കഴിഞ്ഞതാ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ തൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന താലി അവന് നേർക്കായി കാണിച്ചു കൊടുത്തു. ഇതൊരു സാധാരണ ലോക്കറ്റല്ലേ? അവൾ അവന് ലോക്കറ്റിന് പുറകിലായി അവൾ മറച്ചു വെച്ചിരുന്ന താലി കാണിച്ചു കൊടുത്തു. ആമി, ഇത് താലി. അവൻ ആ താലിയിലേക്കും അവളുടെ മുഖത്തേക്കും മാറി മാറി നോക്കി.